ജനാധിപത്യ രീതിയിൽ 5 വർഷത്തിലൊരിക്കൽ തെരഞ്ഞെടുപ്പ് വരുന്നത് 5 വർഷം നമ്മളെ ഭരിച്ചവരുടെ നേട്ടങ്ങളും കോട്ടങ്ങളും വിലയിരുത്താൻ വേണ്ടി കൂടിയാണ്. അല്ലാതെ എൻ്റെ അച്ഛൻ കോൺഗ്രസ്സുകാരനായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ മുത്തച്ഛൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, അതുകൊണ്ട് ഞാനും അതങ്ങനെ തുടരാം എന്നുള്ളൊരു പാരമ്പര്യ രീതിയിൽ തുടരേണ്ടതാണോ ഒരു രാഷ്ട്രീയം? അങ്ങനെയാണെങ്കിൽ 5 വർഷത്തിലൊരിക്കൽ തെരഞ്ഞെടുപ്പ് വരേണ്ട ആവശ്യമില്ലല്ലോ. പണ്ടത്തെ രാജഭരണം പോലെ ആ കുടുംബം ഇങ്ങനെ ഭരിച്ചാൽ പോരെ. അപ്പൊ നമുക്ക് നാടിന് നന്മ ചെയ്യുന്നവരാരോ അവരെ തെരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ 5 വർഷത്തിലൊരിക്കൽ നമുക്ക് വരുന്നത്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ മാറി ചിന്തിക്കുക. കേരളവും മാറണം. നമുക്കും നമ്മുടെ മക്കൾക്കും ആത്മാഭിമാനത്തോടുകൂടി ജീവിക്കണം. ഇവരെ ഒരാൾ 110 നേടുമെന്ന് പറയപ്പെടുന്നു, മറ്റൊരാൾ 100 നേടുമെന്ന് പറയപ്പെടുന്നു. ഞാൻ ചോദിക്കട്ടെ, 110 നേടുമെന്ന് പറയപ്പെടുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ 10 വർഷ കാലഘട്ടത്തിലെ ഏത് വികസനത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് എന്ന ബോധ്യമുണ്ടാകണം. തോമസ് ഐസക് എന്ന് പറഞ്ഞ ആളുടെ വ്യക്തിയെ നിങ്ങൾക്കറിയാമല്ലോ. അദ്ദേഹത്തിന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണുമ്പോൾ വളരെ രസമാണ്. ITI പാസ്സായ തൊഴിൽ അന്വേഷകയാണോ, അല്ല KGTAയോ +2 ആണെങ്കിലും മതി, തമിഴ്നാട് ഹൊസൂറിൽ പോയി ജോലി ചെയ്യാൻ തയ്യാറാണോ, എങ്കിൽ ജോലി റെഡി. ആരാ പറയുന്ന അറിയോ? കേരളത്തിനകത്ത് 10 വർഷക്കാലം അധികാരത്തിലിരുന്ന് സാധാരണക്കാരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് തൊഴിലിടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കാതെ വന്ന വ്യക്തി പറയാണ് 13,749 രൂപ ജോലിക്ക് ചെറുപ്പക്കാരെ തയ്യാറാവും, ക്യൂ ആയി വരൂ, ഹൊസൂറിൽ വലിയ പ്ലാൻ ഉണ്ടാക്കപ്പെടുന്നു എന്ന് 10 വർഷക്കാലം ഭരിച്ചവരുടെ പ്രത്യേകതയാണ് പറയുന്നത്. അമേരിക്കയിലേക്ക് ചികിത്സിക്കാൻ പോയി ആരോഗ്യരംഗം ലോകം കേരളത്തെ വീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് ഞങ്ങളുടെ ഭരണ നേട്ടത്തിൽ ഞങ്ങൾക്ക് 110 ലഭിക്കുമെന്ന്. സാധാരണക്കാരന്റെ അന്നത്തിന്റെ, അതായത് അരി ആയിക്കോട്ടെ, പലവ്യഞ്ജനങ്ങളായിക്കോട്ടെ, പച്ചക്കറി ആയിക്കോട്ടെ, നിത്യനിദാന കാര്യങ്ങളായിക്കോട്ടെ, ഏത് കാര്യങ്ങളാണെങ്കിലും അവനവന് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് സാധാരണക്കാരന്റെ പ്രതിസന്ധിയാക്കിയിട്ടാണ് ഇവർ പറയുന്നത് ഞങ്ങൾ 110 എത്തുമെന്ന്. എന്താ ഇവരുടെ രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്നത്? അവിടെ ഇവർ നടത്തിയ വികസന പ്രവർത്തനങ്ങളോ ഇവർ നടത്തിയിട്ടുള്ള സാധാരണക്കാരന്റെ ഗുണകരമായ കാര്യങ്ങളോ ഇവിടുത്തെ ഉപജീവന മാർഗ്ഗങ്ങളോ കാര്യങ്ങൾക്കൊന്നുമല്ല ഇവർ പറയുന്നത്. ഇവർ ജാതീയതയും മതത്തിന്റെയും വലിപ്പത്തിനനുസരിച്ച് ഒക്കെ താരെ ഇരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ ശൈലി. രാജു പി നായർ പറയുന്നത് എന്താണ്? അതെന്താ കോൺഗ്രസ് പാർട്ടി 10 വർഷക്കാലം ഇവർ പ്രതിപക്ഷത്തുണ്ടായിരുന്നില്ലേ? ക്രിയാത്മകമായിട്ട് ഇവർ നടത്തിയിട്ടുള്ള എന്താ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുത്ത്? ഇവർ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ ഇവർ നടപടികൾ ഉണ്ടായോ? അവരുടെ പ്രവർത്തനം ഉണ്ടായോ? അവരുടെ പ്രതിപക്ഷം ഇവർ വിലക്കയറ്റത്തിന് പിടിച്ചെടുത്ത അവർ പ്രതിപക്ഷ പ്രവർത്തനം കൃത്യമായി നടത്തിലാക്കിയോ? ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള വളർന്നു വരുന്ന ചെറുപ്പക്കാരായിട്ടുള്ള മിടുക്കരായിട്ടുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള വിദ്യാർത്ഥികൾ അങ്ങ് ഫ്ലൈറ്റ് കയറി ഓസ്ട്രേലിയയിലേക്കും അയർലൻഡിലേക്കും ന്യൂസിലാൻഡിലേക്കും US-ലേക്കും UK-യിലേക്ക് പോകുന്നത് നിർത്താൻ ഇവരെ കൊണ്ട് സാധിച്ചോ? ഇവരെ ക്രിയാത്മകമായ ഇടപെടലുകൾ ഭരണപക്ഷത്തെ കൊണ്ട് നടപ്പിലാക്കാൻ ഇവർക്ക് പറ്റിയോ? എന്നിട്ട് ഇവർ എന്തിനാ പറയുന്നത്? ഇവരുടെ അരയിൽ കെട്ടിയിരിക്കുന്നു മുസ്ലിം ലീഗ് വലിച്ചു കൊണ്ടുപോകുന്നു, കോൺഗ്രസിന്റെ വലത്തെ കൈ ജമാഅത്തെ പിടിച്ചിരിക്കുന്നു, ഇടത്തെ കൈ SDPI പിടിച്ചിരിക്കുന്നു, ജാതി മത വർഗ്ഗ സംഘടനകളുടെ നടുക്കിൽ ഇവർ നിന്നുകൊണ്ട് ഇവർ പറയാണ് ഇവരൊക്കെ കൂടി പ്രവർത്തിച്ച ഞങ്ങൾ 100 കൊണ്ടുവരാം. അതായത് സാധാരണക്കാർക്ക് ഒരു ഗുണകരമായ പ്രവർത്തനങ്ങളാണ് ഇവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. സാധാരണക്കാരൻ എന്താ വേണ്ടത്? അവൻ അരിന്റെ വില കുറയണം, അവൻ തൊഴിലിടങ്ങൾ കൃത്യമായിട്ടുണ്ടാവണം, അവന്റെ മക്കൾ പഠിക്കുന്ന സമയത്ത് കൃത്യമായി ജോലിക്ക് പോകാൻ പറ്റണം, വയ്യാണ്ടായി കഴിഞ്ഞാൽ അസുഖം പോയി ഡോക്ടറെ കാണാൻ പറ്റണം, അവിടെ കൃത്യമായ ആശുപത്രിയിൽ കൃത്യമായ കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കണം. അതേപോലെയുള്ള ആവശ്യങ്ങൾ പരിഹരിച്ചു കൊടുക്കാൻ പ്രാപ്തിയില്ലാത്ത ഒരു സർക്കാരും അതിനെ സർക്കാർ പരാജയപ്പെടുമ്പോൾ ചോദ്യം ചെയ്താൽ കൃത്യമായി കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത ഒരു പ്രതിപക്ഷവും ജാതി മത വർഗ്ഗ സംഘടനകളെ കഴുത്തിലും കാറ്റിലും ഒക്കത്തും വെച്ച് കെട്ടിയിട്ട് ഇവർ പറയാണ് ഞങ്ങൾ 100-ലേക്കും 110-ലേക്കും കയറാമെന്ന്. ജമാഅത്തിനെ വിളി സതീശൻ ഇന്നലെ എന്തിന്റെ എവിടെ പോയത്? എന്തിനാ ജാതി മത നേതാക്കളെ പോയി കണ്ടത്? കണ്ടോട്ടെ, അവർക്ക് അവരുടെ ഇഷ്ടം. പക്ഷേ അത് കഴിഞ്ഞ് പുറത്ത് വന്നിട്ട് തഗ് ഡയലോഗ് അടിക്കരുത് എന്നുള്ളതാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വികസിത കേരളം എന്ന് പറയപ്പെടുന്ന കാഴ്ചപ്പാടിനകത്ത് ഇനിയിപ്പോ ഏത് കാര്യത്തിലാണെങ്കിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരളത്തിന്റെ വളർച്ച എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരടക്കമുള്ള ആളുകളുടെ അവരുടെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, തൊഴിലുകൾ, അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടിയുള്ള വികസനമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അത് ഞങ്ങൾ കൃത്യമായി കേന്ദ്രത്തിൽ 3-ാം തവണ അധികാരത്തിൽ വന്ന് തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഞങ്ങൾ കൃത്യമായി കേരള ലോകത്തിന് ഭാരതത്തിന് കാണിച്ചു കൊടുത്തിട്ടുള്ളതാണ്. ആ വികസനം കേരളത്തിൽ വന്നുകൊണ്ട് കേരളത്തിലെ ജാതി മത വർഗ്ഗ വർണ്ണ വിവേചനമില്ലാതെ കൃത്യമായി ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വികസന കാഴ്ചപ്പാടിലേക്ക് എത്തിക്കണമെന്ന വികസിത കേരളമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്.